വാഗ്ദാനപേടകമേ, സ്വർഗീയമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാനപേടകമേ, സ്വർഗീയമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പം നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാനസ്നാനത്തിന് പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്. സഭയിൽ കവദാസ ജീവിതമില്ലാത്ത കഴിക്കാത്തവരെ അച്ഛൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പാപങ്ങൾ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനമായിട്ട് എടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് ഞാൻ എൻ്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിനെ ആത്മാവിനെ സ്നാനപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ആത്മാവേ, പാവനാത്മാവേ, തന്നാലും സ്വർഗാരൂപിണി, വന്നാലും ആത്മാവേ, പാവനാത്മാവേ, തന്നാലും സ്വർഗാരൂപിണി, വിശ്വാസത്തിനാത്മാവേ വരേണമേ, ആശ്വാസത്തിനാത്മാവേ വരേണമേ, വിശ്വാസത്തിനാത്മാവേ വരേണമേ, ആശ്വാസത്തിനാത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. അത് വിശ്വാസത്തിലാണ് ഈ സ്നാനം ആൾക്കാർ ചെയ്യണത്. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ക്ഷതങ്ങളെ മാനസികമായ ശാരീരികമാകാൻ അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഒരു സഹനത്താൽ ആത്മീയ സ്നാനം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനും അനുഗ്രഹത്തിനും നീ അവകാശിയായി മാറുന്നെന്നാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ. കഴിഞ്ഞ ദിവസം കൊണ്ട് സാക്ഷിയുണ്ടായി. അവിടെ സാക്ഷി അജിഷ നടുവട്ടം സ്ഥലം എവിടെയാ? അങ്കമാലി. അജിഷയുടെ സാക്ഷ്യം ഇതുപോലെ കർത്താവിൻ്റെ ശരീരത്തോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് സ്നാനമേൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ്. അജിഷയുടെ വിഷയം എന്താണ്? അജിഷയ്ക്ക് കോവിഡ് വന്ന് സർവാംഗം തളർന്നുപോയി. ഡോക്ടർ പറഞ്ഞു ഇനി എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? കർത്താവിനെ നടത്തുമെന്ന് എൻ്റെ അർത്ഥം. ഏത് സഹനങ്ങൾ വരുമ്പോഴും ക്രിസ്തുവിനെ മാറ്റി അത് അക്കൗണ്ടിലേക്ക് കാരി ഓവർ ചെയ്യണം. കണ്ടില്ല, അവളുടെ കോവിഡ് തളർവാദത്തെ കർത്താവിൻ്റെ നാമത്തിലേക്ക് അവളെ മാറ്റിയിട്ട് അത് സ്നാനമായിട്ട് ഏൽക്കുകയാണ്. അങ്ങനെ അവൾ അത് പറഞ്ഞോടുകൂടി വടി കുത്തിപ്പിടിച്ചിരുന്നേക്കാൻ പറ്റുന്ന കണ്ടീഷനിലായി ആൾ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് വെച്ചു ഇവിടെ വന്ന് അവളുടെ ഫ്രണ്ടാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നത് ഇവർക്ക് വേണ്ടി. അപ്പോഴാണ് ഇവൾ വടി കുത്തിപ്പിടിച്ചിരുന്നേക്കുന്നത്. ഈ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെ. ഭർത്താവിന് ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ നിന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് നടക്കത്തില്ല, 3-ാം നിലയിലാണ്. കാര്യം വടിയും കുത്തിപ്പിടിച്ചല്ലേ, ഭയങ്കര വേദനയാണ്, മുട്ടിനും സന്ധ്യബന്ധങ്ങൾക്കെല്ലാം വേദനയാണ്. ഈ വേദനയാണ് ഇവിടെ കർത്താവിൻ്റെ പേരിൽ ഏറ്റെടുത്തിട്ട് സ്നാനമാക്കി മാറ്റണത്. അപ്പോൾ ഇവളുടനെ അവിടെ നിന്ന് പറഞ്ഞ് വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ മുകളിൽ പോയി ഉടമ്പടി ധ്യാനം കൂടുമെന്ന് പറഞ്ഞു. അവിടെയാണ് വിഷയം. അതാണ്, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല, വിശ്വാസം പ്രകടിപ്പിക്കണം. വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ പറഞ്ഞാൻ പാടില്ല. പാർട്ടിക്ക് കസലാണ് ഇരിപ്പ്, എല്ലാ ബന്ധങ്ങളിലും വേദന ഉണ്ട്.
വടിയും കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ ഉടമ്പടി നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇവിടെ പറയും ഉടമ്പടി വടിയും കുത്തിപ്പിടിച്ചാണെങ്കിൽ ഞാൻ മുകളിൽ കയറി ഉടമ്പടി എടുക്കുമെന്ന് പറയും. അപ്പോൾ അത് സിൻസിയറല്ലേ? ഹൃദയശുദ്ധിയുള്ള ഒരു ദൈവത്തെ കാണുന്നില്ലേ? അതാ ഹൃദയശുദ്ധിയല്ലേ? അത് കളങ്കമില്ലല്ലോ. എന്തെങ്കിലും മുതലാക്കാൻ വേണ്ടി വരികയല്ല, ഉള്ളത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ സത്യസന്ധതയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കിട്ടിയ അവസരം അവൾ ഉപയോഗിക്കുകയാണ്. അവൾ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ മുടന്തി മുകളിൽ കയറി വെച്ച് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് താഴെ വന്നിരിക്കുമ്പോൾ ഒരു ചുവപ്പ് ഷർട്ട് ഒരു വെള്ള മുണ്ട് കൊടുത്ത ഒരാൾ ഇവിടുത്തെ വരും. എന്താ നിങ്ങൾ ഇവിടെ വന്നെന്ന് ചോദിക്കും. അപ്പോൾ കാര്യം പറയും. അപ്പോൾ നിങ്ങൾ ഒറ്റക്കാണോ? അല്ല, ഭർത്താവുണ്ട്. ശരി, ഭർത്താവിന് എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. ഇത് ചോദിച്ചിട്ട് ആ മനുഷ്യൻ ഉടനെ പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ ആളെ കാണത്തില്ല. താഴേക്ക് നോക്കുമ്പോൾ, പുറകിൽ നോക്കുമ്പോൾ ഭർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ഭർത്താവിനും കാണാനില്ല. കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് വരും. എന്താ പ്രശ്നം വെച്ചാൽ ഭർത്താവിൻ്റെ അസുഖം അൾസറാണ്. കുടല് പഴുത്തിട്ട് ചോരയും പഴുപ്പും കൂടി മലത്തി കൂടി വരുന്ന അസുഖമാണ്. അത് മാറണില്ലത്. അത് വർഷമായിട്ട് കുടല് പുണ്ണായി പോയിട്ട് ചോരയും പഴുപ്പും ചീറ്റണ അസുഖമാണ്. പാങ്ക്രിയാസ്. അപ്പോൾ ഈ അസുഖമാണ്. ഈ അസുഖത്തിന് ആണ് ഭർത്താവ് വന്നത്. പക്ഷേ അയാൾക്ക് വിശ്വാസം ഇല്ലല്ലോ. വൈഫാണെങ്കിൽ വിശ്വാസത്തിൽ ഉടനെ അവളെ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ഈ വടിയും കുത്തിപ്പിടിച്ച് മുകളിലോട്ട് കയറി അവൾ വിശ്വാസം പ്രഖ്യാപിച്ച് അത് സത്യസന്ധമാണെന്ന് സർട്ടിഫൈഡ് ഫെയ്ത്താണത്. അതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഫെയ്ത്താണെങ്കിലും സർട്ടിഫൈഡ് ആക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ജ്ഞാനസ്ഥാനത്തോടെ സംഭവിക്കുന്നത്. നമ്മുടെ വേദന, കഷ്ടപ്പാട് വിശ്വാസം പ്രഖ്യാപിച്ച് ഈശോയുടെ നാമത്തെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആത്മാവൻ ലഭിക്കും. അപ്പോൾ അത് സർട്ടിഫൈഡ് ആകും. ഇവിടെ ഫെയ്ത്ത് സർട്ടിഫൈഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഭർത്താവിനെ കാണാനില്ല. ഭർത്താവിന് ആ സമയത്ത് സംഭവിച്ചത് എന്താണ്? പെട്ടെന്ന് ഒരു വേദന വന്നിട്ട് ഇവൻ ബാത്റൂമിൽ പോയി. തിരിച്ചു വന്നിട്ട് ഇവൻ സന്തോഷത്തോടെയാണ് വരണത്. കാര്യം ബാത്റൂമിൽ വെച്ച് അവന് ഇതെല്ലാം പഴുപ്പും ചോരയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സന്തോഷം എന്നുവെച്ചാൽ ഈ രോഗം സുഖപ്പെട്ടത് അവൻ്റെ ശരീരത്തിൽ അവന് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യും. അപ്പോഴവ അവൻ്റെ പേര് അജി വന്നിട്ട് പറയും, ഇടി ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇപ്പം എനിക്ക് നല്ല സുഖമാണ്. ഇപ്പം വരെ അറിയാമല്ലോ, ഈ പാങ്ക്രിയാസ് പഴുത്ത ആളെ കൊണ്ടുവരുമ്പോൾ അറിയാവില്ല എന്താ വകുപ്പിലേക്ക് വരണമെന്ന്. അതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ മാറി ഇവൻ ഓക്കെ ആവും. ഇന്ന് വരെ ആ അസുഖം അവനില്ല. ആ സാക്ഷി നിങ്ങൾ കിടപ്പുണ്ട്. എന്താ സംഭവിച്ചത്? ഇവളാണെങ്കിൽ ഈ അജിഷ എന്ന് പറയുന്നതാണെങ്കിൽ ഉടമ്പടി എടുത്തോടുകൂടി അവളുടെ രോഗം വടിയെ കുത്തിപ്പിടിച്ച് നടന്ന ആൾ വടിയെല്ലാം മാറ്റി ആൾ ഓക്കെയായി വണ്ടിയെ പോകാൻ തുടങ്ങിയ അവസ്ഥ. സ്വന്തമായിട്ട് സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി. സ്കൂട്ടർ ഓടിച്ചിട്ട് അവൾ 3 കൊല്ലമായിട്ട് അവൾക്ക് ജോലിയില്ല. 3ാമത്തെ കൊല്ലം ശരിക്കും ഇയർ ബാക്ക് ആയില്ലേ. എന്നിട്ട് ഒരു നേഴ്സായിട്ട് അവൾ അപ്പോയിൻറ്റഡ് ആയി, ജോലിയായി. പടപടാന്നാണ് ഈശോ. അതായത് ഒരിക്കൽ നീ വിശ്വാസം സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ നാമം എന്താണെന്ന്, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിത്യസൗഖ്യം എന്താണെന്ന്, ശരീരസൗഖ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കും വേണമെങ്കിൽ അവരെ, അതായത് ഒരു മതത്തിൻ്റെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സന്തോഷത്തോടെയും കരുത്തോടെയും നിത്യരക്ഷയോടെ ജീവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾ സ്വയമായിട്ട് പ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയിലൂടെ കണ്ടെത്തേണ്ടതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആലയത്തിലുള്ള അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞാനിങ്ങനെ നിങ്ങളുടെ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെയാണ് സുവിശേഷ വ്യാഖ്യാനിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു മതത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളോട് പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിന്നവർ നിങ്ങൾ ജനിച്ച മതത്തിലെ വിശ്വാസത്തിലെ സംസ്കാരത്തിൽ അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണം ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. ഞങ്ങളെ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ്. കൗദാസ്യ ജീവിതം കുമ്പസാരിക്കാനും വിവാഹം എന്ന കൂദാശ കുഞ്ഞുങ്ങളെ പുണ്യഭവന വളർത്താൻ കൗദാസ്യവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂദാസ്യ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു. അത് ഒരു ദൈവകൃപയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട്. പക്ഷേ അതിലേക്ക് നിങ്ങളെ 0 പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണതയിലേക്ക് വരുന്നതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം.
അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന് ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്കുണ്ട്, അനുവദിക്കത്തില്ല, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ്. അപ്പം മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. കർത്താവ് ജനിച്ചപ്പോൾ മാലാഖ നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക്. ദാറ്റ് ഈസ് ഐ ആം പ്രൊക്ലൈമിങ്. സുവിശേഷത്തിൽ മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത്, യഹൂദന്മാരല്ലാത്തവരോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇടനെഞ്ചില തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിലും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇട്ടുമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവേ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും അങ്ങനെ തിരുസന്നിധി ചെയ്തു പോയ നിന്റെ അപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ അങ്ങനെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് കണ്ണെത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുവറുവാർന്ന് വലതുകരം ആഴ്പ്പെടുതാഴ്ന്ന അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ, ഓരോ സൃഷ്ടികളെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ഓരോ അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളെ സ്പർശിക്കണമേ, ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഞരമ്പുകളെ കഴുകണമേ. വാതരോഗികളെ, കിഡ്നി രോഗികളെ, ഹൃദയരോഗികളെ, തൊഴിൽ അസുഖങ്ങളെ, തൊണ്ട അസുഖങ്ങളുള്ള സ്പോണ്ടിലോസിന് അസുഖമുള്ളവരെ, തലച്ചോറിന് രോഗങ്ങളുള്ളവരെ, ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവരെ, ബ്രസ്റ്റ് രോഗങ്ങളുള്ളവരെ, ഉദര രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സുഖമായി എന്റെ ഉള്ളം അരികിൽ സദയം തുടരണേ. സുഖമായി എന്റെ ഉള്ളം. കൈകൾ രണ്ടും പിടച്ച് നെഞ്ചത്ത് വെക്കുക. ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിദേശ ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശ ജോലി നഷ്ടപ്പെട്ടവര്, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നവര്, ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവര് എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കപ്പെടട്ടെ. കർത്താവെ, ജോലി നാട്ടിലില്ലാത്തവര്, പരീക്ഷ എഴുതി നിൽക്കുന്നവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ ചെറിയ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനുള്ളവരെ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം കടന്നു പോകേണ്ട, ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, രജിസ്ട്രേഷൻ ഡേറ്റുകൾ, ജപ്റ്റ് ഡേറ്റുകൾ, എല്ലാ ഡേറ്റുകളും സമർപ്പിക്കട്ടെ. അശുദ്ധമായ സ്തുതികടെ മക്കളില്ലാത്തവരെ, ഗർഭിണികൾക്ക്, ഗർഭത്തെ ശിശുവിന് രോഗങ്ങളുള്ളവരെ, ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്ത പ്രാർത്ഥിക്കട്ടെ. കുടുംബ തകർച്ചയോട് പ്രാർത്ഥിക്കട്ടെ. ഡൈവേഴ്സ് രാജ്യത്ത് പ്രാർത്ഥിക്കട്ടെ. കോടതി കേസുകളിൽ പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേന്നിക്കുക. മരിയൻ ഉടമ്പടിയിലൂടെ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിനും രാത്രിയിൽ പ്രദർശിപ്പിക്കുന്ന വിശ്വസ്തതയ്ക്കും നന്ദി പറയുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവ കൃപ കരയേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. എൻ്റെ പേര് രഞ്ജിത വി കെ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂരിൽ നിന്നും വരുന്നു. ആദ്യമായി തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ നിൽക്കാൻ സാധിച്ചതിൽ കൃപാസന മാതാവിനും തിരുക്കുമാരനും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്തെന്നാൽ എൻ്റെ സഹോദരൻ 6.5 വർഷമായി ഒമാനിലായിരുന്നു. എന്നും അച്ഛനും അമ്മയും നാട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ പോലും എൻ്റെ സഹോദരൻ വരാറില്ല. പക്ഷേ പിന്നീടൊരിക്കൽ എങ്ങനെയോ മനമാറ്റമുണ്ടായി. മാർച്ച് 6-ന് ഇവിടെ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു ടിക്കറ്റ് എടുത്തു. പക്ഷേ അന്നേ ദിവസം മാർച്ച് 6-ന് തന്നെ ഗ്യാസിൻ്റെ പൊള്ളലേറ്റു. 2 കൈയും കാലും പൊള്ളി അബോധാവസ്ഥയിൽ ഒമാനിൽ ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് ഏപ്രിൽ 10-ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏപ്രിൽ 10 മുതൽ 15 വരെ ICUവിലായിരുന്നു. അതിനുശേഷം ഏപ്രിൽ 15-ന് വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും സഹോദരന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി കൃപാസനത്തിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു. കൃപാസനത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ഇവിടെ അറിയുന്നതിന് മുമ്പേ തന്നെ PGക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് വിശുദ്ധ യൂദാശ്ലീഹയെ പറ്റി കൂടുതൽ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ കോഴിക്കോടുള്ള കുരിശുംപള്ളിയിൽ പോയി എല്ലായ്പ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്ത് അസുഖം വന്നാലും അവിടെ പോയി പ്രാർത്ഥിക്കുക പതിവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട് യൂട്യൂബിലേക്ക് കൃപാസനം ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഒരിക്കൽ ഒരാൾ വന്ന് എനിക്കൊരു നോട്ടീസ് കാണിച്ചു, കൃപാസനത്തിലേക്ക് പോകുന്നുണ്ട്, ഫ്രീ ആയിട്ട് ബസ്സിന് കൊണ്ടുപോവുകയാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയില്ല, ആലപ്പുഴയിൽ ഞാൻ എങ്ങനെ പോകും, എനിക്ക് വിശ്വാസം വരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ ദിവസം പ്രാർത്ഥിച്ചു, എവിടെയാണ് ഈ കൃപാസനം, എനിക്കിതിന് വിശ്വാസമുള്ള ആരെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ സുഹൃത്ത് ദിവ്യയ്ക്ക് ഇതിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ദിവ്യയും ഇപ്പോൾ നേരത്തെ ഇവിടെ സാക്ഷ്യം പറഞ്ഞ രമ്യയും ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് കൃപാസനത്തിലേക്ക് പോകാം. ഓരോ ദിവസം പോകാൻ തീരുമാനിക്കുമ്പോഴും ഡേറ്റ് നീണ്ടു പോകുന്നു, ഓരോരോ പ്രശ്നങ്ങൾ. അവസാനം ഞാൻ പറഞ്ഞു മെയ് 28 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ അന്ന് കൃപാസനത്തിലേക്ക് പോയിട്ടില്ല, അവിടെ വെച്ച് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യാദൃശ്ചികമായി നേരത്തെ രമ്യ ഇവിടെ സൂചിപ്പിച്ച പോലെ അവളുടെ ഭർത്താവിനൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അവൾ അന്ന് പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറയുകയും ചെയ്തു നമുക്ക് കൃപാസനത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ 5:30-ക്കാണല്ലോ പ്രാർത്ഥനാ സമയം. പക്ഷേ ഈ 5:30 സമയത്ത് വീട്ടിൽ എൻ്റെ കസിൻ വന്ന് എൻ്റെ സഹോദരനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാം ഒരുക്കി കൊടുക്കുക ഞാനായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അമ്മേ ഞാൻ എങ്ങനെ ഈ 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലും. പക്ഷേ പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തി, മെയ് 29-ന് വീട്ടിലെത്തിയപ്പോൾ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു സഹോദരൻ എങ്ങനെയാണ് കുളിച്ചതൊക്കെ. അപ്പം ഇന്ന് ഒറ്റയ്ക്കാണ് കുളിച്ചതും പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്തതും. അതെല്ലാം അമ്മയുടെയും യേശുവിൻ്റെയും ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത്. കാരണം ഡോക്ടർ പറഞ്ഞത് 5 മാസം പിടിക്കും സഹോദരൻ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും നടക്കാനുമൊക്കെ. പക്ഷേ ഈ ഒരു 3 മാസത്തിൻ്റെ ഇടവേള കൊണ്ട് തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും നടന്നു പോകാനുമെല്ലാം സാധിച്ചു. വേറൊരു ഉടമ്പടി കാര്യം എന്താണെന്ന് വെച്ചാൽ
ഞാൻ ചെറുതായിട്ട് കവിതകളൊക്കെ എഴുതുമായിരുന്നു. എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ മാത്രം പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ കോഴിക്കോട് വാട്ടർ അതോറിറ്റി, മല്ലാപ്പറമ്പ് വാട്ടർ അതോറിറ്റിയിൽ ബാക്ടീരിയോളജിസ്റ്റായിട്ട് 1.5 വർഷക്കാലം വർക്ക് ചെയ്തിരുന്നു. ആ സമയം വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് ജോലി കിട്ടുന്നതിൻ്റെ മുന്നേയൊക്കെ തന്നെ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കുക പതിവായിരുന്നു. അതിന് അപ്രതീക്ഷിതമായി കാർമൽ സിസ്റ്ററുടെ ഒരു യൂട്യൂബ് കാണുകയുണ്ടായി. ആ ഒരു വീഡിയോ പ്രോഗ്രാമിൽ എന്താണെന്ന് ഒരു വചനം എനിക്ക് കിട്ടും. ലൂക്ക 18:27. അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മറ്റൊരു വചനം നെഹമിയ 19:20. സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. ഈ 2 വചനവും ഞാൻ എൻ്റെ റൂമിൽ എഴുതി ഒട്ടിച്ചു വെച്ചു. എന്നും പഠിക്കുന്നതിന് തൊട്ട് മുന്നേ 33 തവണ ഈ 2 വചനങ്ങളും ചെല്ലാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ കേട്ടറ്റ് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ ഈ വചനങ്ങൾ ചൊല്ലി പഠിക്കുക മാത്രം ചെയ്യുകയും ചെയ്ത് ആ സമയത്ത് എനിക്ക് നല്ല മാർക്കും കിട്ടാറുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ വചനങ്ങൾ എനിക്കൊരു ആവേശമായി തീർന്നു. അങ്ങനെ 3-4 നോട്ട്ബുക്ക് നിറയെ വചനങ്ങൾ എഴുതി വെക്കുക, ഡയറികൾ മേടിച്ച് വചനങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് യേശുദേവൻ വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിങ്ങിൽ കൂടെ നടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂ ലെറ്റർ വരികയും അവിടെ ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ 1.5 വർഷക്കാലത്തെ വർക്കിംഗ് കഴിഞ്ഞു. ഞാൻ അവിടുന്ന് എൻ്റെ വർക്ക് കഴിഞ്ഞു വന്നു. പിന്നെ ആ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അംഗമായിരുന്നു. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്രതീക്ഷിതമായി ഞാനൊരു മെസ്സേജ് കണ്ടു. വാട്ടർ അതോറിറ്റിയുടെ സാഹിത്യ സംഘടനയായ തെളിനീർ സ്മാരക ട്രസ്റ്റ് ഒരു കവിതാ മത്സരം നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പിക്ക് മിഴികളിൽ ഒഴുകുന്ന പുഴയും കഥ മരിക്കാത്ത ഓർമ്മകൾ. അപ്പോൾ രണ്ടും എനിക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, എങ്ങനെയാണ്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നീ അയച്ചോ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയിന്ന്. അങ്ങനെ ഞാൻ അയച്ചു. പക്ഷേ ഫസ്റ്റിൽ തന്നെ എനിക്ക് മികച്ച രചനയ്ക്കുള്ള സർട്ടിഫിക്കറ്റിന് തിരഞ്ഞെടുക്കുകയും തുടർന്ന് ഓരോ 3 മാസം കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിലൊക്കെ എനിക്ക് മികച്ച രചന കിട്ടാറുണ്ടായിരുന്നു. അതെനിക്കൊരു വളരെ വലിയൊരു നേട്ടമായിരുന്നു. അതുമല്ല, ഇവിടെ ഞങ്ങൾ നവംബർ 4-ന് ധ്യാനം കൂടാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടായിരുന്നു. പക്ഷേ അതേസമയം അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് നടക്കുകയാണ് നവംബർ 1 മുതൽ 7 വരെയുള്ള ഡേറ്റിൽ. അപ്പോൾ 4-ാം തീയതി ബുക്ക് ചെയ്ത് 5-ാം തീയതി ഇവിടെ എത്തണമല്ലോ. അതേ സമയം തന്നെയാണ് അവിടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു വിഷമമുണ്ട്. അപ്പോൾ എന്നും വൈകുന്നേരവും രാവിലെയും പ്രാർത്ഥിക്കാറ്, ജപമാല ചൊല്ലുമ്പോഴും സന്ധ്യാസമയ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥനയൊക്കെ എനിക്ക് ലാസ്റ്റ് ദിവസമെങ്കിലും അവിടെ പങ്കെടുക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 2-ാം തീയതി തെളിനീറിൻ്റെ പ്രസിഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞു, രഞ്ജിത, നിനക്ക് കഥയ്ക്ക് പ്രത്യേക പുരസ്കാരത്തിനുള്ള അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. 7 പേരെയാണ് ആ ഒരു മൊമെൻറ്റോക്ക് സെലക്ട് ചെയ്തത്. ആ 7 പേരിൽ ഒരാളാവാൻ സാധിച്ചത് അത് ദൈവത്തിൻ്റെ, അതായത് തിരുക്കുമാരൻ്റെയും മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. കാരണം എഴുത്തിൻ്റെ ലോകത്ത് എന്നെ അങ്ങനെ ഉയർത്തിത്തരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയ്ക്ക് സഹോദരൻ ഇങ്ങനെ അസുഖമായത് കാരണം അമ്മയ്ക്ക് ചെറുതായിട്ട് മാനസിക അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ജൂൺ 19-ന് അമ്മ ഇതുപോലെ ഒറ്റയ്ക്ക് ബീച്ചിൽ പോയി അവിടുന്ന് ആത്മഹത്യാ ശ്രമം നടത്തി. പക്ഷേ അവിടുന്ന് പോലീസുകാർ ഇടപെട്ട്, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസറാണ്, അപ്പോൾ അവരറിയുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് അമ്മയെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് വീണ്ടും അമ്മ ആഗസ്റ്റ് 11-ന് വീണ്ടും സ്വന്തം തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു. അത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും മകനും കൂടെ കണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തി. ഇതിനിടയിൽ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സും, നേരത്തെ രമ്യ സൂചിപ്പിച്ചല്ലോ ഒരു കൃപാസന ഗ്രൂപ്പ് ഞങ്ങൾ ഫോം ചെയ്തു എന്ന് പറഞ്ഞ്, ആ ഒരു കൃപാസന ഗ്രൂപ്പിൽ ഞാനും അംഗമായിരുന്നു. അതിന് ഞങ്ങൾ എല്ലാവരും പത്രങ്ങൾ കൊണ്ടുകൊടുക്കാൻ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും വഴിയോരങ്ങളിലും കൊണ്ടുകൊടുക്കാറുണ്ട്, ഭക്ഷണങ്ങൾ കൊണ്ടുകൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ജൂൺ 12-ന് ആദ്യത്തെ അന്നദാനം അതുപോലെ നടത്തിയതിന് ശേഷം ജൂൺ 13-ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാവിലെ തന്നെ എൻ്റെ മാമൻ്റെ അവിടെയുള്ള സ്കൂൾ മാധവാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് താൽക്കാലികമായൊരു ടീച്ചറെ ഒഴിവിലേക്ക് എനിക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞ് ഞാൻ വീണ്ടും വെറുതെ വീട്ടിലിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത് ഒക്ടോബർ മാസത്തിൽ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു, ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവൾ അന്ന് വിളിക്കുന്നതിൻ്റെ രാവിലെ തന്നെ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, നിന്നെ വിളിച്ച കുട്ടിക്ക് എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന്, നീ എന്തായാലും ഒരു വെഞ്ചരിച്ച ലോക്കറ്റ് അവൾക്ക് കൊടുക്കണമെന്ന്, ഒരു പത്രവും കൊടുക്കണമെന്ന്. ഞാൻ അത് അവൾക്ക് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞു, ഇന്ന് ട്രെയിൻ ഒരു വശത്തു കൂടെ മാത്രം ട്രെയിൻ പോകാറുള്ള അതേ സമയത്ത് 2 ട്രെയിൻ ഒരുമിച്ച് പോയി. ഞാൻ തൊട്ടില്ല പോലെയായിരുന്നു ട്രെയിൻ എൻ്റെ അടുത്ത് കൂടെ പോയത്. ആരോ എന്നെ എടുത്തു വെച്ച ഒരു അനുഭവമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ആരുമല്ല, നിനക്ക് ഞാൻ ഇന്നലെ ഒരു ലോക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കന്യക മാതാവ് തന്നെയാണ് നിന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്കും അതുപോലെ ഈ കന്യകാമറിയത്തോട് വളരെയധികം ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഈ മാസം 14-ാം തീയതി ഞാനൊരു സ്വപ്നം കണ്ടു. അതായത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്, എൻ്റെ തറവാട്ടമ്പലത്തിൽ കൊടുങ്ങല്ലൂരമ്മയാണ്, ഞാനൊരു കൃഷ്ണഭക്തിയുള്ള ആളാണ്, അപ്പോൾ നീ ഇപ്പോൾ ആകെ മാറിപ്പോയോ, നീ അമ്പലവും
ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പം നിനക്ക് 90% നീ ക്രിസ്തു മതത്തിലേക്കാണോ 10% ഹിന്ദു മതത്തിലേക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ലടോ, എനിക്ക് എല്ലാ മതത്തിലും വിശ്വാസമുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് തന്നെ മാറ്റങ്ങൾ വരുത്തി, എനിക്ക് സ്വപ്നത്തിൽ കൂടെ കണ്ടിട്ട് അങ്ങനെ ഞാൻ മാറിയതാണ്, പക്ഷേ എനിക്ക് അതുകൊണ്ട്. അപ്പോൾ രാത്രി ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്താ ദൈവമേ എനിക്ക് എല്ലാം വേണം, എന്താ അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ പുലർച്ചയ്ക്ക് 3:10 ഞാൻ ഞെട്ടി ഉണർന്നു. യോഹന്നാൻ 10:14 എന്നോട് നോക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റു, ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തു. ഞാൻ കണ്ടു യോഹന്നാൻ 10:14. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിച്ചു കൊള്ളും എന്ന ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. അതുകൂടാതെ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അതായത് മെയ് 28-നാണല്ലോ ഞാൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ജൂൺ 29 പുലർച്ചയ്ക്ക് ഞാൻ ഞെട്ടി ഉണർന്നത് ഉടമ്പടി പേടകം സ്വപ്നം കണ്ടുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത്, നമുക്ക് മനസ്സിൽ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാലും തന്നെ ഏതെങ്കിലും ഒരു വിധത്തിൽ വചനമായിട്ടെങ്കിലോ അല്ലെങ്കിൽ സ്വപ്നദർശനമായിട്ടെങ്കിലോ മാതാവ് യേശുദേവന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ സഹോദരൻ അസുഖമായ സമയത്ത് ഹോസ്പിറ്റലിൽ കയറിയിറങ്ങുക, ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് സമയമില്ല. അപ്പോൾ എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു, നീ എന്താ ക്ഷീണിച്ചിരിക്കുന്നത്, എൻ്റെ മുടിയൊക്കെ വല്ലാതെ കൊഴിഞ്ഞല്ലോ. ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു, എന്താ അമ്മ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, അതൊന്നും ആയിട്ടില്ല. ഇത്രയും അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിന് നല്ല ആത്മാർത്ഥമായിട്ട് വിളിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും വചനം യേശുവാണ് എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഓരോ വചനം ചൊല്ലുമ്പോഴും ഫേസ്ബുക്കിലൊക്കെ നോക്കി ഒരു കൃപാമാതാവ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ഞാൻ ഓരോ ദിവസവും ഓരോ വചനം ഇടും. അപ്പോൾ ഞാൻ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അതുമായി സംബന്ധിച്ച ഒരു വചനമായിരിക്കും എനിക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥനയിൽ കൂടെ എനിക്ക് വചനങ്ങളെക്കുറിച്ച് കൂടുതൽ അടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഞാൻ പറയും, യേശുവും കൃപാസന മാതാവും എപ്പോഴും നമ്മൾ എങ്ങനെ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഏത് അപകട മേഖലയിലും നമ്മളെ രക്ഷിക്കാൻ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഇതിൽ മനസ്സിലാവാൻ സാധിച്ചു. അങ്ങനെ ഇവിടെ എത്തിച്ചു തന്നതിൽ യേശുദേവനും കൃപാസന മാതാവിനും ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു.